കിരീടം ലൈവിൽ വരുന്നത് കൊണ്ടല്ല ഇമാതിരി ചീത്തവാക്കുകൾ പറയേണ്ടി വരുന്നത്. നിങ്ങൾ എന്തിനാ മുസ്ലിം മതത്തിൽ വന്നിട്ട് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്? ആ മതത്തിൻ്റെ വില കളയല്ലേ തള്ളേ. അതുമാരാ താഹിറെ ഏത് മതത്തിൻ്റെ വിലയാണ് ഞാൻ കളയണത്? എത്രയോ പേര് പല തോന്നിയാസങ്ങളും കാണിക്കുന്നു. മുസ്ലിമായി ജനിച്ചവർ തന്നെ തട്ടമിടാതെ ലിപ്സ്റ്റിക്ക് ഇട്ട് പൊട്ട് തൊട്ട് പല തോന്നിയാസങ്ങളും കാണിക്കുന്നു. നീ അവിടെയൊക്കെ പോയി നേരാക്കടാ. ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണം, ഞാൻ എങ്ങനെ നടക്കണം, അതൊക്കെ ഞാൻ തീരുമാനിച്ചുകൊണ്ടിരാ. ഇപ്പം സംസ്ഥയുടെ ഒരാൾ പറയണ്ടായി, സംസ്ഥയുടെ തന്നെയാണെന്ന് തോന്നുന്നു, പെണ്ണുങ്ങളേനൊക്കെ എന്തിനാണ് ഈ ഇലക്ഷന് നിർത്തുന്നത്, അവരൊന്നും വേണ്ട, ഇവിടെ ആണുങ്ങളില്ലേ എന്നുള്ളത്. എടാ നിൻ്റെയൊക്കെ പിന്നെ ഇങ്ങനത്തെ പുണ്ണ് പിടിച്ച മനസ്സായിട്ട് നടക്കുന്നവരോട് പറയടാ, എന്തെന്ന് പെണ്ണുങ്ങളേനെ ഗർഭമായിട്ട് ഇരിക്കുമ്പോഴോ വേറെ വല്ല ആശുപത്രിയിലേക്കൊക്കെ പോകേണ്ട ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ആണുങ്ങളുണ്ട്, ആണുങ്ങളെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ. അപ്പം പെണ്ണുങ്ങളെ അടുത്തേക്ക് ഓടല്ലേ എന്ന് പറ കേട്ടോ. യോ പോടാ കേട്ടോ. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് ഡ്രസ്സ് ഇടണം, ഞാൻ എന്ത് ഫുഡ് കഴിക്കണം, എൻ്റെ സ്വാതന്ത്ര്യമൊന്നും ഞാൻ ഒരുത്തൻ്റെ അതിന് ഞാൻ ഇസ്ലാമിലേക്ക് വന്നെന്ന് വിചാരിച്ചിട്ടും ഞാൻ ഇസ്ലാമായി ഒരുത്തൻ്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ടില്ലടാ കേട്ടോ. പടച്ച റബ്ബിനെ മാത്രം പേടിക്കുകയാണ്. ഞാൻ പിടിച്ച് പറിക്കുന്നില്ല, മോഷ്ടിക്കാൻ പോകുന്നില്ല, വ്യഭിചാരത്തിന് പോകുന്നില്ല, കൊലപാതകം ചെയ്യാൻ പോകുന്നില്ല. ആ സ്ഥിതിക്ക് ഞാൻ എന്താണ് ഹാപ്പിയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓടാ ആദ്യത്തിൻ്റെ വില കളയാൻ. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം നോക്കടാ. ഞാൻ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോട്ടാ. അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന എല്ലാവരും വേശ്യകളാണ്. പോയി പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ആണോ? അധ്വാനിക്കാതെ എന്ന് പറഞ്ഞാൽ നീ ഏതാണ് ഉദ്ദേശിച്ചത്? ഞങ്ങൾ ഇങ്ങനെ ലൈവിലിരിക്കണതാണോ നീ ഉദ്ദേശിക്കുന്നത്? അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന എല്ലാവരും വേശ്യകളാണെന്ന്. ഓ, പിന്നെ നിൻ്റെ അമ്മ പോയി അധ്വാനിക്കുന്നുണ്ടാവില്ലേ? അടിയിലെ സാമാനം കാണിച്ചു കൊടുത്ത് നിൻ്റെ അമ്മ അധ്വാനിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ വേശ്യപ്പണിയാവില്ല അല്ലേ? ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കണതാവില്ലേ വേശ്യപ്പണി? പറയടാ കൊച്ചുകൊള്ളാ. ഇവൻ പറഞ്ഞതെന്നറിയോ, ഇങ്ങനെ വന്നിരിക്കണത് അധ്വാനിക്കാതെ ഉണ്ടാക്കണമെന്നോ? പക്ഷെ അവൻ്റെ അമ്മ, ജാസറിൻ്റെ അമ്മ നല്ലപോലെ അധ്വാനിക്കുന്നുണ്ട്. അവളുടെ ആ ഒരു സാധനം വെച്ചിട്ടെന്നാണ് പറഞ്ഞത്. പോട്ടറ നിൻ്റെ അമ്മ അധ്വാനിക്കട്ടെ കേട്ടോ. തീരെ വൃത്തികേട് അറിയാത്തൊരു തള്ള. അറിയില്ലടാ, ഒന്നും അറിയില്ല. ഞാനൊരു കുട്ടിയല്ലടാ. ചോദിച്ചോട്ടെ, നല്ല വർത്തമാനം പറഞ്ഞോടെ. പിന്നെ എന്താ അങ്ങോട്ട് നല്ല കമൻറ്റ് ഇട്ടാൽ തീർച്ചയായും ഞാൻ അങ്ങോട്ട് നല്ല മറുപടി തരും. നിൻ്റെ ഭർത്താവിനെ എത്ര വെടി വെച്ചിട്ടാ കളിപ്പിക്കൽ? ഞങ്ങൾക്ക് തോന്നണ പോലെ. ചിലപ്പോൾ 1 വെടിയോ 2 വെടിയോ 3 വെടിയോ ആയിക്കോളും. എനിക്ക് വല്ല കുഴപ്പമുണ്ടാ? എൻ്റെ പെണ്ണുങ്ങളേനെ എങ്ങനെ നാട്ടുകാരെ വെടി വയ്ക്കൽ? ഇജ്ജെങ്ങനെ? അതുകൊണ്ടാണോ നിനക്ക് അറിയില്ലാത്തത് മോനെ? അവന് വേറൊന്നുമില്ല. അവൻ്റെ പെണ്ണുങ്ങൾ അവന് കൊടുക്കലില്ല. അവൻ്റെ പെണ്ണുങ്ങളെടുത്ത് നാട്ടുകാരെ വെടി വയ്ക്കൽ. അതുകൊണ്ട് അവനെ കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല. അവനെങ്ങനെ ചെയ്യാമെന്ന് പോലും അറിയില്ല. പാവം കൊച്ചു കള്ളപ്പടോ. പറഞ്ഞാൽ കൂടി പോകും. നിങ്ങളുടെ വീട് എവിടെ? പട്ടാമ്പി. മിഥുൻ സുഖമാണോ? സുഖം താത്ത. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഞങ്ങളുടെ ഉപ്പാനും ഉമ്മാനെയും വിളിക്കരുത്. പാവം ഇല്ലടാ, നിന്റെ തന്തയ്ക്ക് തള്ളയ്ക്ക് വിളിക്കുള്ളൂ. നിങ്ങളെന്തെങ്ങനെ ഇങ്ങനെ ആയിപ്പോയിടും, എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും. ഈ വസ്ത്രം അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തണേ എന്തിനാ? ചുമ്മാ വസ്ത്രം പവിത്രത. കൊച്ചു കള്ളാപ്പടാ. ഈ തളയെ ചങ്ങലക്കിടും. വാടാ ചങ്ങല കൊണ്ടുവാടാ. മിഥുൻ സുഖമാണോ ചോദിച്ചു. പിന്നെ ഏത് മിഥുൻ? സിദ്ധാർത്ഥ്. ഏത് മിഥുനാടാ? പറയടാ. ഇതിനെ കണ്ടാൽ 7 വട്ടം കുളിക്കണം ജാസിർ. എന്നാൽ നീ ഇപ്പോൾ കുറേ നേരമായി കാണണു. നീ പോയിട്ടൊരു കാര്യം ചെയ്യൂ, വെള്ളത്തിൽ തന്നെ കെടുക്കും. പൊങ്ങരുത് കേട്ടോ. നിന്റെ ശാവേ പൊങ്ങാൻ പാടുള്ളൂ. എടാ ഏതാണ് മിഥുൻ? പറയടാ. എന്താണ് നിങ്ങളുടെ പേര്? റഫീഖ്. ശ്രീജ ഫാത്തിമ. പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. മിന്നാമിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാം തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടത് പാട്ടല്ല. ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരമ്പിളി വന്നിറങ്ങുമ്പോൾ തന്നീടാം ഒരു പൊന്നോല. ഓടേ
അവൾ വന്നേക്കുന്നു. പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കൊയ്യ തൊള്ള എടുക്ക്. തൽക്കാലം തള്ളോട് പറയടാ. നല്ലതുപോലെ വീർത്തല്ലോ ചക്കരെ, നീ നക്കി തരട്ടെ താത്ത. തൽക്കാലം നിനക്ക് ഫോണിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്ന് നക്കാനുള്ള ആ ഒരു കഴിവൊന്നും പടച്ചവൻ തന്നിട്ടില്ലല്ലോ. നിന്റെ തള്ള എടുത്തുണ്ടെങ്കിൽ തള്ളയുടെ അങ്ങ് നക്കി കൊടുക്കടാ കേട്ടോ. കണൻസ് അപ്പിക്കുപ്പായമിട്ട ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഹറാമല്ലേ രജിഷ? ആണോ? ആണെങ്കിൽ ഞാൻ സഹിച്ചടാ കേട്ടോ. മാന്യമായ രീതിയിൽ സംസാരിച്ചൂടെ? സഫറ മുച്ചീദ്. മാന്യത ഇങ്ങോട്ട് തന്നാൽ തിരിച്ചങ്ങോട്ട് തരും. മിഥുൻ സുഖമാണ് ചോദിച്ചു. അവനൊരു ഹായ് കൊടുക്കാം. ആരുടെ മിഥുൻ? മിഥുനേ ഹായ്. എടാ ഒരു തവണ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് കച്ചു എന്നുണ്ടാകട്ടെ. ഇത്താത്ത ഇവരോടൊക്കെ സംസാരിക്കുന്നതും നല്ലത്, മൗനം പാലിക്കുന്നത് അത് ശരിയല്ല ഇത്താത്ത. ഞാൻ പറഞ്ഞത് നല്ലതാണെങ്കിൽ നല്ലതും ചീത്തയാണെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതും ചീത്തയാണെന്നും ചീത്തയും മനസ്സിലായില്ല. പിന്നെ ഈ ചീള് കേസുകളോടൊക്കെ ഞാൻ മൗനം പാലിക്കേ. ഇവന്മാരെ വിചാരം. എന്തായാലും മേലെയുള്ള ആളുകൾ എന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചോട്ടോ, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ടൈം പാസിന്. പിന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 119 രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കാം. പ്രത്യേക ലൈവ് ഉണ്ട് കേട്ടോ. ചില ആളുകൾ പറയുന്നുണ്ടേ വേറൊന്നുമല്ല താത്ത ഒന്ന് വെള്ളം കളഞ്ഞു തരുമോ, താത്ത ഒന്ന് വെള്ളം കളഞ്ഞു തരുമോ എന്ന്. അപ്പം ഞാൻ രാത്രിയിലത്തെ ലൈവിൽ അതങ്ങോട്ട് നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് മെമ്പർഷിപ്പിലൂടെ ആവാം. താല്പര്യമുള്ളവർക്കൊന്ന് മെമ്പർഷിപ്പ് എടുത്തോ. എന്താ കുഴപ്പമുണ്ടോ? നിനക്ക് ഈ ലൈവ് ഇട്ടിട്ട് എന്തുവാ കിട്ടുന്നത്? നിർത്തിപ്പോയിക്കൂടെ? സ്മൂത്ത്. എനിക്ക് ഈ ലൈവ് ഇട്ടിട്ട് നിൻ്റെ അച്ഛൻ്റെ അത് കിട്ടും. എന്തേ കുഴപ്പമുണ്ടോ? പോടാ മരമാക്രി. അഷറഫ് ബോഡി ഡാഷ് മോളെ അപ്പി ഇട്ടോ, നാളെ രാവിലെ വാടാ തരാം. പിന്നെ എന്നിട്ട് തിളയ്ക്കുന്നോടാ പറ. തച്ചോളി കുമാരി ഡാഷ് മോളെ, നിനക്ക് തന്തയുടെ കക്കയിൽ ഉണ്ടായ വളവ് കക്കിരി ഉണ്ടായ അവളെ മഞ്ചട്ടി തയ്യോളി. സത്യത്തിൽ എനിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. തച്ചോളി കുമാരി ഡാഷ് മോളെ, നിനക്ക് തന്തയുടെ കക്കയിൽ എന്ന് ഉദ്ദേശിച്ചത് എന്തുവാടാ? എൻ്റെ അച്ഛൻ്റെ സാമാനത്തിൽ നിന്നാണോ നീ ഉദ്ദേശിച്ചത്? അതിപ്പോൾ ആരോ ഊക്കിക്കൊണ്ടിരിക്കുന്നത്? പെങ്ങളോ? പെങ്ങൾ തന്തയുടെ സാമാനത്തിൻ്റെ വളവ് നിർത്തി കൊടുക്കുന്നുണ്ടോ? പറയടാ. അതൊക്കെയാണ് നീ ഉദ്ദേശിച്ചേ? എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതെന്താ ഇങ്ങനെ സംസാരിക്കില്ലേ? സുഖമാണെന്ന് കരുതുന്നു. അവർക്ക് റിപ്ലൈ കൊടുക്കണ്ട. എന്ത് ചെയ്യാം എൻ്റെ ജാസ്മിൻ. നിനക്ക് എത്ര മക്കളുണ്ട്? ഷംസോ 3 മക്കളാടാ. ഞാൻ ഇതുവരെയായി ചീത്ത കമൻ്റ് ഒന്നും എത്തിയിട്ടില്ല. എനിക്ക് നല്ലതുപോലെ റിപ്ലൈ തന്നാലും മതി. എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും വിളിച്ചാൽ എനിക്ക് സങ്കടം വരും. ആയിക്കോട്ടെ, വിളിക്കത്തില്ലേ? അങ്ങോട്ട് പറഞ്ഞവരെടാ, അങ്ങോട്ട് പറയുള്ളൂ. എടാ ഈ മിഥുൻ, ഞാൻ അവനൊന്ന് ടൈം ഔട്ട് കൊടുക്കട്ടെ. അവനവൻ്റെ മിഥുൻ സുഖമാണോ? ഇപ്പം ഞാൻ നിനക്ക് ടൈം ഔട്ട് ചെയ്തിരുന്നുള്ളൂ. ഒരേ കമൻറ്റ് ഇട്ടുവരെ ഞാൻ അങ്ങോട്ട് ടൈം ഔട്ട് അടിക്കും, അല്ലെങ്കിൽ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കട്ടെ. എനിക്കിഷ്ടമല്ല. വെറൈറ്റി കമൻറ്റ് ഇടറാ കേട്ടോ. വെറൈറ്റി ആയിട്ട് വരണം. ഇത് ഇട്ടതന്നെ ഇട്ടണ്ടേ, എനിക്ക് ബോറാടാ. സത്യമാണ്. വേറെ കമൻറ്റ് ഇടറാ കേട്ടോ. ഹിജാബിൻ്റെ മറവിൽ വേണ്ടാത്തരം പറയലേ. ഹിജാബിൻ്റെ മറവിലോ? ഞാൻ ഹിജാബിൻ്റെ മറവിലല്ലല്ലോ ഇരിക്കണത്, ഞാൻ നമുക്ക് മുന്നിലല്ലേ ഇരിക്കണത്. ഹിജാബിൻ്റെ മറവിൽ ഞാൻ വേണ്ടാത്തരം പറയുമെന്ന് പറഞ്ഞല്ലോ. ഈ ഹിജാബ് ഇട്ടിരിക്കണേന് എന്നെ തെറി പറഞ്ഞ എന്തിനാ? നല്ല കമൻറ്റ് ഇട്ടോ, നല്ല രീതിയിൽ മറുപടി തരും ആരായാലും കേട്ടോ. ഹായ് സുഖമല്ലേ? ടീ കുടിക്കാറായോ? ഇല്ലടാ പാർവതി, ഞാനിപ്പോൾ ഞാൻ 3-3:30 ഇവിടെ ഫുഡ് കഴിക്കാം. ചെറിയ 3 കുട്ടികളുണ്ട്. അവർക്ക് രാവിലത്തെ ചായയും കടിയും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ വൃത്തിയാക്കി വരുമ്പോഴേക്കും ഏകദേശം എത്രയാവും? ഞാൻ ചായ കുടിക്കുമ്പോൾ ഏകദേശം 12 മണിയാവും ഞാൻ ചായ കുടിക്കുമ്പോൾ. പിന്നെ വീണ്ടും നമ്മൾ ചിലപ്പോൾ അരി അടപ്പത്തിട്ടുണ്ടാവും, നമ്മുടെ കറിക്കൊക്കെ നമ്മൾ നേരെയാക്കി വെച്ചിട്ടുണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് അടിച്ച് തുടച്ച് തുണികളൊക്കെ തിരുമ്പൽ കഴിയുമ്പോഴേക്കും നമുക്ക് എത്ര സമയമാവും? 3 മണിയാവും. ഓക്കെ, കുട്ടികൾക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് 3 മണിയാവും. പിന്നെ ഞാൻ ചെറിയ കുട്ടീനെ ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്ന് ലൈവ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട്